ലഹരി കിട്ടാത്തതിനെ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ തടവുകാരന്റെ പരാക്രമം. ബ്ലേഡ് ഉപയോഗിച്ച് തടവുകാരൻ ജിതിൻ കയ്യിൽ മുറിവേൽപ്പിച്ചു. ഇയാളെ കുതിരവട്ടം മാനസികാരോഗാശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണൂരിൽ നിന്ന്. അരുൺ, എന്താണ് വിവരങ്ങൾ? അരുൺ, റിജിത്ത്, ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. 10-ാം ബ്ലോക്കിലെ തടവുകാരനാണ് ജിബിൻ. ഇയാൾ ഇത്തരത്തിൽ ലഹരി കിട്ടാത്തതിനെ തുടർന്ന് സെല്ലിൽ വലിയ പരാക്രമം ഉണ്ടാക്കുകയായിരുന്നു. സെല്ലിൻ്റെ കമ്പിയിൽ തലകൊണ്ട് ശക്തമായി ഇടിക്കുകയും അതോടൊപ്പം ബ്ലേഡ് ഉപയോഗിച്ച് ശരീരത്തിൽ സ്വയം മുറിവേൽപ്പിക്കുകയും ചെയ്തു എന്നതാണ് ലഭിക്കുന്ന വിവരം. പെട്ടെന്ന് തന്നെ ഇയാളെ പരിയാരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. ഇയാൾക്ക് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അതിനുശേഷം അവിടെ നിന്ന് തുടർ പരിശോധനകൾക്ക് ശേഷമാണ് ഇയാൾ തുടരാൻ സാധ്യതയുണ്ട്. ഇത്തരം മാനസികമായ ചില ഈ ലഹരി കിട്ടാതെ തുടർന്നുള്ള വിഭ്രാന്തി ഇയാൾ പ്രകടിപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് വ്യക്തമായതിനെ തുടർന്നാണ് ഇയാളെ കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ഇയാളെ മാറ്റിയത്. ഇതുമായി ബന്ധപ്പെട്ട് ജയിലധികൃതർ പറയുന്നത് ഇയാളുടെ ഭാഗത്തുനിന്ന് ഇതിനു മുമ്പും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. ഇയാൾ ഗുണ്ട ആക്ട് പ്രകാരം ജയിലിലടക്കപ്പെട്ട പ്രതിയാണ്. ജയിൽ കൊണ്ടുവരുന്ന സമയത്ത് ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു. പല ഘട്ടങ്ങളിലായി അയാൾക്ക് കൗൺസിലിംഗ് ഒക്കെ ജയിലിനകത്ത് തന്നെ നൽകിയിരുന്നു. പക്ഷേ അതിൽ നിന്നൊന്നും മാറ്റമുണ്ടായില്ല. ഈ ലഹരി കിട്ടാത്തതിനെ തുടർന്നാണ് ഇത്തരം പരാക്രമങ്ങൾ ഇയാൾ നടത്തുന്നത്. അതുകൊണ്ടാണ്, അത് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ഇയാളെ ഈ കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇനി പ്രേക്ഷകർക്ക്